ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ദളപതി മൂവി, അവസാന മൂവി എന്നാണ് പറയുന്നത്, നമ്മുടെ സ്വന്തം വിജയുടെ ജനനായകൻ ഇപ്പം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. മൂവി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടലി നോക്കുകയാണെങ്കിൽ എനിക്ക് അവസാനത്തോടൊക്കെ അടുക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ, പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു വൈബിലിരുന്നൊക്കെ ഞാൻ കാണാം. സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതാണ്. അതായത് ലൈക്ക് ഡയറക്റ്റ് എന്താണ് ഉദ്ദേശിച്ചത്, ലൈക്ക് തുടക്കത്തിൽ എഴുതി പോയിട്ട് പിന്നെ എന്താ സംഭവിച്ചെന്നൊരു പുള്ളിക്കാരൻ്റെ പിടുത്തമില്ല. എനിക്ക് തോന്നുന്നു പുള്ളി 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടെണ്ണമൊക്കെ അടിച്ചുകൊണ്ട് വന്നിരുന്നു ഒറ്റ എഴുത്തങ്ങ് എഴുതി കാണും. അതായത് നമ്മുടെ ജഗതി ഒരു ഇത് പറയത്തില്ലേ, 1 ബോംബ് 2 ബോംബ് 3 ബോംബ് എന്ന് പറയുന്ന പോലെ കുറേ ഇവൻസുകൾ, അവിടുത്തെ കുറേ സീൻസ്, ഇവിടുത്തെ കുറേ സീൻസ്, അതിൻ്റെ ഇടയ്ക്ക് തങ്കച്ചി പാസമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കാട്ടിലെ ആൾക്കാരെ രക്ഷിക്കുന്നു, വീട്ടിലെ ആൾക്കാരെ രക്ഷിക്കുന്നു, നാടിനെ രക്ഷിക്കുന്നു, ഇടയ്ക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്നു, പോലീസുകാരനായിട്ട് വരുന്നു. എനിക്കറിയാമേ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് സംഭവിക്കുന്നു. പക്ഷേ എങ്ങനെ അവസാനത്തെ ഒരു വേർഡിക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, പടം അനിരുദ്ധിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കാണാം. ലൈക്ക് അനിരുദ്ധ് ശരിക്ക് പണിയെടുത്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്. എന്തെങ്കിലും ഒന്ന് എലിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. എനിക്ക് ചില സമയത്തൊക്കെ ഒരു കാര്യമില്ലാതെ എനിക്ക് രോമാഞ്ചം വന്നു. അതായത് ചില സീനൊക്കെ ഉണ്ടല്ലോ, അതായത് ലൈക്ക് ഒരു സമയത്ത് വിജയ് ഒരു ബൈക്കിൽ വരുന്നൊരു സീനുണ്ട്. അതിനകത്ത് ഒരു എൻട്രി ഉണ്ട്, ചരിഞ്ഞ് അതിനകത്ത് കൊടുത്ത ആ മ്യൂസിക് അങ്ങോട്ട് കയറി വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ഒരു ഹൈ മൊമെൻ്റ് ഉണ്ട്, അത് കിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ ചില ഇമോഷണൽ സാധനങ്ങൾ വരുന്നത്, അത് അവസാനം ഇത് പറയുന്നത്. അപ്പോൾ കുറേ സീൻസിലൊക്കെ നമുക്ക് ഭയങ്കര ഹൈ മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കാരണം എന്ന് പറയുന്നത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ഒരു സൈഡിൽ നിന്ന് അടിച്ചങ്ങ് കയറിക്കൊണ്ടിരിക്കുക. അത് കിട്ടലായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവസാനം വന്നിട്ട് ക്ലൈമാക്സ് സമയത്ത് ഇത് പാളിപ്പോകുന്നുണ്ട്. ക്ലൈമാക്സിനകത്ത് ഒരുപാട് സൗണ്ട് ഇടിച്ച് കയറ്റിയിട്ട് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വൃത്തികേടാക്കി കളഞ്ഞ് അവസാനത്തെ BGM. അത് ഒട്ടും വർക്കായിട്ടില്ല എനിക്ക് ഇതിൻ്റെ മ്യൂസിക്. ബട്ട് ഭയങ്കര സൗണ്ടും ഭയങ്കര ബഹളം, ആ കൂടെ കാലവില അങ്ങ് നശിപ്പിച്ച് കളഞ്ഞ് എന്ന് പറയാനല്ലോ. നമ്മൾ ഇത്രയും ഹൈപ്പ് വന്ന് വെച്ചിട്ട് നമ്മൾ അവസാനത്തേക്ക് ഇരിക്കുന്ന സമയത്ത് അങ്ങ് ഒരുമാതിരിയായിപ്പോയി. അത് മ്യൂസിക്കിൻ്റെ കാര്യം. പിന്നെ ക്യാമറ വർക്ക് വന്നെങ്കിൽ നല്ല രസമായിട്ടുള്ള ക്യാമറ വർക്കാണ്. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹുക്കാവുന്നില്ല, മൂവിയായിട്ട് നമ്മളങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിച്ചു നീട്ടി ചില കാര്യങ്ങളൊക്കെ നമുക്ക് മേ ബി ഒരു 10 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യം, അല്ലെങ്കിൽ പോട്ടെ ഒരു 30 സെക്കൻഡ് എടുത്തോട്ടെ, ഇത് 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരേ കാര്യം തന്നെ, ഒരേ സീൻ തന്നെ, പല ആക്ഷൻസ്, പുള്ളിയുടെ മാനറിസംസൊക്കെ ഇട്ട് ഇങ്ങനെ പറഞ്ഞ് നീട്ടി വെച്ചിരിക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ക്യാമറ ആംഗിളൊന്നും നമുക്ക് ഇത്രയും കൊണ്ട് ഇത് കൊള്ളാലോ എന്ന് തോന്നില്ല. കാരണം ഇത് കൊള്ളാലോ എന്ന് തോന്നുന്ന സമയത്ത് തന്നെ ഇത് വീണ്ടും ഒരു 10 സെക്കൻഡും കൂടി ഇട്ടിട്ട് നമ്മളെ വെറുപ്പിച്ചിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ അങ്ങ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. പിന്നെ വിജയുടെ ഇത്രയും വയലൻസ് ഉള്ള ഒരു മൂവി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത്. ഇത് എ റേറ്റഡ് ആണ്. ഞാൻ കേട്ടത് വെച്ച് ശരിയാണെങ്കിൽ ഇത് എ റേറ്റഡ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇത്രയും കുത്തിക്കൊല്ലിയും വെട്ടിക്കൊല്ലിയൊക്കെ വിജയുടെ മൂവിയിൽ ആദ്യമായിട്ടാണെന്ന് കാണിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ VFX ആണോ എനിക്ക് തോന്നുന്നു കുറേ പാർട്ടൊക്കെ AI ജനറേറ്റഡ് ആണ്. അതൊക്കെ വ്യക്തമായിട്ട് അറിയാനും പറ്റും. VFX തുടക്കത്തിൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കാണിക്കുന്നത് ജയിലിൻ്റെ തുടക്കം തന്നെ കണ്ടാലും അറിയാം VFX ആണ്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറി മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പും എല്ലാം കാണുമ്പോൾ തന്നെ സെറ്റ് ഇട്ടതാണെന്ന് മനസ്സിലാവും. ഒരു ഹൈസ്കൂള് കെട്ടിടം പോലത്തെ ഒരു സ്ഥലം എടുത്ത് ജയിൽ പോലെയൊക്കെ ആക്കിയിട്ടുള്ള ഒരു പരിപാടി. അങ്ങനെ ഒരു സെറ്റപ്പടേ മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ പടം ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാൻസൊക്കെ ആയിട്ട് പോയി കാണുകയാണെങ്കിൽ നമുക്കൊരു വൈബിലൊക്കെ ഇരുന്നാൽ കാണാം. ഈ മ്യൂസിക്കും കുറച്ച് കയ്യടിയൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ. പക്ഷേ ഇതൊരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് തമിഴ്നാട്ടിൽ വർക്കാവും. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് പോയി കാണുമ്പോൾ നമുക്ക് എന്തോ OTTയിലാണെങ്കിൽ ഇത് ഇറക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്യും. പിന്നെ ചില സീൻസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതൊക്കെ പൊക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ബാക്ക് ഫയർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കേരളത്തിൽ. പിന്നെ തമിഴ്നാട്ടിൽ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങി ഈ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഒരുപാട് കാര്യങ്ങൾ എലക്ഷൻ ബേസ്ഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയെ കമ്പയർ ചെയ്യുന്ന MGR
അറിയാമല്ലോ MGR സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിൽ നിന്ന് ഭയങ്കര ഒരു സംഭവമായിട്ട് മാറി. അതാണ് അപ്പം പുള്ളിയും വിജയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ കൂട്ടാവും എന്നൊക്കെ ഉള്ളത് കാണിക്കുന്ന രീതിയിലാണ് കുറേ ഷോട്ട്സുകൾ ഇതിനകത്ത് അവർ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വുമൺ എംപവർമെൻറ്റിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടികൾ ഇങ്ങനെ വേണം, പെൺകുട്ടികൾ ഇങ്ങനെ വേണം, ഇതെല്ലാം പറയുന്നുണ്ട്. പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇത് തമ്മിലൊരു കണക്ഷനില്ല. അത് ഒരു സീനിലേക്ക് എത്തുന്നതിന് നമ്മൾ ഒരു 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 ട്രാവൽ ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ ഇന്ന കാര്യം പറഞ്ഞ് വേണം അതിലേക്ക് എത്താൻ. ഒരു ഇവൻറ്റിൻ്റെ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ. ഇതൊന്നുമില്ല, നേരെ സ്ട്രെയിറ്റ് ഇൻറ്റു ആ ഒരു കാര്യം. അതായത് ഇപ്പോൾ ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ബാഡ് ടച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വന്ന് നിന്നങ്ങ് പറയുക. അവിടെ പുള്ളി എന്തിനാണ് അവിടെ വന്നതെന്നോ അത് പറയാനാണോ വന്നതെന്നോ അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സീൻ എടുത്തിട്ടിട്ട് അങ്ങനെ അങ്ങ് എത്തിക്കുകയാണ്. പുള്ളിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയണം, അതിന് വേണ്ടിയിട്ട് കുറേ സീൻസ്. അപ്പം പുള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നടത്തും, ലൈക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കും. സി ആസ് എ ചീഫ് മിനിസ്റ്റർ ഹി ഹാവ് ഡൺ സോ മെനി തിങ്സ് ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. ലൈക്ക് പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ചേഞ്ചുകളൊക്കെ കിടിലാണ്, അതിലൊന്നും ഒരു ഇതില്ല. ബട്ട് സിനിമയിൽ വരുന്ന സമയത്ത് പുള്ളി ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് ഇത് ഒരു ബന്ധമില്ലാതെ കുറേ കാര്യങ്ങൾ ഇവൻസ് കാണിക്കുമ്പം എനിക്കറിയത്തില്ല, അത് എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല കുറേ കാര്യങ്ങൾ. ബട്ട് വൈബിലിരുന്ന് കാണാം, അതാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് OTTയിലല്ല, തിയേറ്ററിൽ ഒരു ഓഡിയൻസിൻ്റെയൊക്കെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വൈബിലിരുന്ന് കാണാം. തമിഴ്നാട്ടിൽ ഇത് കാണാൻ മെയിൻ കാരണം പൊളിറ്റിക്കലായിട്ട് വർക്ക് ചെയ്ത് അതുപോലെ തന്നെ പല ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുന്ന പോലിരിക്കുന്ന ആൾക്കാർ ഇതിനകത്തും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നു, അവരെന്തൊക്കെ ചെയ്തിട്ടാണ് പൊളിറ്റിക്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും പൊളിറ്റിക്സിൽ വരാൻ പോകുന്നത്, ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു അജണ്ട മൂവി എന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പ്രൊപ്പഗണ്ട മൂവി പോലെ ഒരു പരിപാടി. ബട്ട് പടം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് കൂലിയൊക്കെ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ ബോറടിച്ച്. ഇത് അവസാനത്തോളം എനിക്ക് ഉറക്കമൊക്കെ വന്നെങ്കിൽ പോലും ടയേർഡായിട്ടാണ് പോയത്. നൈറ്റ് ഷോ ആയിരുന്നു, 8 o'clock ഷോ ആയിരുന്നു വൈകുന്നേരം. ബട്ട് എങ്കിൽ പോലും എനിക്ക് അവസാനം വരെ ഇരുന്ന് കാണാൻ തോന്നി. പക്ഷേ സ്ക്രിപ്റ്റ് എഴുതി അങ്ങ് പോയേക്കാണ്. നമുക്കൊരു ബന്ധമില്ലാത്ത കാര്യം. ഇത് എവിടെ തുടങ്ങി എവിടെയൊക്കെ അവസാനിച്ച് എവിടെയൊക്കെ പോയി ആഫ്രിക്കയൊക്കെ കാണിക്കുന്നുണ്ട്, ഇടയ്ക്ക് കപ്പൽ കാണിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് തമിഴ്നാട് കാണിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലാണ് മൊത്തം. പിന്നെ കുറച്ച് സെറ്റ് അതിലേക്ക് ഹിന്ദു മുസ്ലിം മറ്റേ കമ്മ്യൂണിറ്റി ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. പിന്നെ റോബോട്ടിൻ്റെ വെടിവെപ്പ് കാണിക്കുന്നുണ്ട്, ജയിലിനകത്തുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് ഒന്നൊന്ന് തല ഒന്ന് പൊക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ റോബോട്ടൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. ചാപ്പി മൂവിയില്ലേ, ചാപ്പി എന്നാണ് തോന്നുന്നത് എൻ്റെ പേര്. അതിനകത്ത് കുറേ റോബോട്ടുണ്ട്, ഈ തലയിലിങ്ങനെ ആൻറ്റിന പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് അതേപോലത്തെ കുറേ റോബോട്ടുകളൊക്കെ വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവഞ്ചേഴ്സ് മൂവിയൊക്കെ കാണുന്ന പോലെ എനിക്കൊരു ഫീല് തോന്നി. നമ്മുടെ ഏജ് ഓഫ് അൾട്രോണിനകത്ത് കുറേ അൾട്രോണുകാർ വന്ന് ഫൈറ്റ് ചെയ്തില്ലേ, അതേപോലെ എനിക്ക് തോന്നി. പിന്നെ മമിത ബൈജുവിൻ്റെ ഫൈറ്റ് ഉണ്ടായിരുന്നു അവസാനം, കാണാൻ നല്ല ഗുമ്മുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവളുടെ ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരിയുടെ. ബട്ട് പുള്ളിക്കാരി വന്ന് സ്ട്രെയിറ്റ് നിന്ന സമയത്തൊക്കെ ആ ഒരു പോസ്റ്ററൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവൊന്നുമില്ല. ലൈക്ക് റിയലായിട്ടല്ല, സിനിമയിൽ എങ്ങനെ ആ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും പ്രോമിസിങ് അല്ല. ബട്ട് സ്റ്റിൽ ഫൈറ്റ് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ ലുക്ക് ഇതെല്ലാം കാണുമ്പം നമ്മുടെ ലാറ ക്രോഫ്റ്റ്, ടോം റൈഡർ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് അവഞ്ചേഴ്സിനകത്ത് തന്നെ മറ്റേ ബ്ലാക്ക് വീഡോയുടെ ഫൈറ്റ് അതുപോലെയൊക്കെ തോന്നി. പക്ഷേ ഫൈറ്റ് നല്ല രസമുണ്ടായിരുന്നുള്ള കാര്യം പറയണമല്ലോ. പിന്നെ വിജയുടെ കുറേ ഫൈറ്റ്സ് ഉണ്ട്, ഇങ്ങനെ കൊന്ന് തള്ളുകയാണ്. ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ വീട്ടിൽ പടവലമൊക്കെ മുറിക്കത്തില്ല, അതേപോലെ തല വെട്ടുന്നു, കൈ വെട്ടിയിട്ട് കൈ താന്നൊരുത്തൻ പറയുന്നു, അപ്പോഴത്തേക്കും അവൻ്റെ കൈ തന്നെ തിരിച്ച് കൈ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കുറേ സീൻസ്. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ ആര് വരുവണ എന്ന് പറയുമ്പോഴത്തേക്ക് കഥക് തുറന്നിട്ട് വിജയുടെ ഒരു നിഴൽ ലൈക്ക് കയറി വരുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെയൊക്കെ
മൊത്തത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ രക്ഷകനായിട്ട് വരും, അതിന് വേണ്ടിയിട്ട് എനിക്ക് വോട്ട് ചെയ്യുക എന്ന് പറയാതെ പറയുന്നൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാൻസൊക്കെ ആയിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവും. അതല്ലെങ്കിൽ വൈബായിട്ടുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാക്ക് ഫയർ OTT വർക്കാവില്ല, 100% ഉറപ്പാണ്. OTT വർക്കാവില്ല. പിന്നെ വിജയിനി ഇങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ലേ, അങ്ങനൊരു ഇതുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു അവസാന പടമൊന്ന് ഇപ്പം വന്യായ ലുക്കായിരുന്നു കേട്ടോ, അസാധ്യ ലുക്കായിരുന്നു വിജയ് ഈ പടത്തിൽ. ആ ഹെയർ സ്റ്റൈലൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി ലുക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്താ പറയുന്നത്, മറ്റേ നരച്ച ലുക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, ബട്ട് സ്റ്റിൽ അത് രസമുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈൽ ഭയങ്കര രസമായിരുന്നു തുടക്കത്തിൽ തന്നെ. പിന്നെ ഇടയ്ക്ക് അണ്ണൻ പോലീസാവുന്നു, ഇടയ്ക്ക് അണ്ണൻ കള്ളനാവുന്നു, ഇടയ്ക്ക് രക്ഷകനാവുന്നു, ഇടയ്ക്ക് കാട്ടിനകത്ത് പോകുന്നു. എനിക്കറിയാമോ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഫ്ലാഷ് ബാക്കിനുള്ളിൽ ഫ്ലാഷ് ബാക്ക് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ബോബി ഡിയോൾ പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഇൻട്രോ ഒരു രക്ഷയിലായിരുന്നു, ബോഡിയൊക്കെ കാണിച്ച് ബാക്കിൽ നിന്നുള്ള ഷോട്ടൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു, കിഡിലുമായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് അവസാനമൊക്കെ വന്നൊരു ചക്കളാപ്പൊളിച്ച് എന്താ പറയുന്നത്, ഒരു ചളക്കോപ്പിളിക്കോന്നിരിക്കുന്നൊരു വില്ലൻ. ഒരു പ്രത്യേകിച്ചൊരു അജണ്ടയില്ല. ക്യാരക്ടർ ആർക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് വില്ലൻ എങ്ങനെ ആവുന്നു എന്നുള്ള ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു വെറൈറ്റി ആയിരുന്നു. ബട്ട് സ്റ്റിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മൂവി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുമാതിരി വില്ലൻ അവസാനം വന്നിട്ട് ഒരേപോലെയൊക്കെ ആയിപ്പോയി. പുള്ളിക്കൊരു ഇത് വന്നു, അതത്ര അങ്ങോട്ട് പറഞ്ഞ് അത് കഥ പറഞ്ഞ് ഒരുപാടായി പോയടേ, അതാണ് കുഴപ്പം. അതൊന്ന് ചുരുക്കി കുറച്ചാക്കി വെച്ചിരുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാനെ. ഇത് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. 3 മണിക്കൂറുണ്ട് പടം. അത് കുറച്ച് 2.5 മണിക്കൂറിനുള്ളിൽ അടിച്ച് തീർത്ത് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എൻഗേജിങ്ങും എൻ്റർടൈനിങ്ങും ആയേനെ. ഇതാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, പൂജ ഹെഗ്ഡെയൊക്കെ വന്ന് എന്തൊക്കെയോ പോകുന്നുണ്ട്, എങ്ങനെ വന്ന് പോകുന്നു. അയ്യോ, പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ ഹെഗ്ഡെയുടെ ഷോൾഡേഴ്സ്, എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല. വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ആ ഷോൾഡറൊക്കെ പറഞ്ഞത് പണ്ട് അനുഷ്ക ശർമ്മയുടെ ഷോൾഡറാണെന്ന് തോന്നുന്നു, അനുഷ്ക ഷെട്ടിയുടെ ഷോൾഡർ ഇതേപോലൊരു ഫോട്ടോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. ഇത് വർക്കൗട്ട് ചെയ്തതിൻ്റെ അത് അറിയാറുണ്ട്. ഷോൾഡേഴ്സ് കണ്ടിട്ട് എനിക്ക് തന്നെ എന്നോട് തന്നെ പുച്ഛം തോന്നി. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പടം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. 1 ടൈം വാച്ചാണ്. വിജയ് ഇഷ്ടപ്പെട്ട് വിജയുടെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണുന്ന അവസാന പടമല്ലേ. എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാനം ഇട്. വലിയ വീഡിയോസിന് വലിയ വ്യൂ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യണോ വേണ്ടെന്ന് ആലോചിക്കുകയാണ്. ബട്ട് ഇത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണമല്ലോ. നിങ്ങൾ എന്തെങ്കിലും കാണുന്നെങ്കിൽ കാണുമ്പം എന്നാണ് നിങ്ങൾ കണ്ടതെന്ന് ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്തേരെ. ഇത് അവസാനം വരെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. എന്നാണ് കാണുന്നതെന്ന് ഡേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ, അപ്പോൾ എനിക്കറിയാമല്ലോ ലൈക്ക് എന്നൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം ഇനി അടുത്തുള്ള വീഡിയോയിൽ കാണാം. ഇതേപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണേ അല്ലേ, നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൊക്കെ നിങ്ങളുടെ ഇഷ്ടം അടിക്കാതിരിക്കുക ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, പീസ്.